ഫ്രണ്ട്സ്, നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ളൊരു അടിപൊളിയായിട്ടുള്ള പേപ്പർ ഫ്ലവർ ആണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു A4 പേപ്പറോ കളർ പേപ്പറോ എടുത്ത് അതിലോട്ടൊരു 15 സർക്കിൾസ് വെട്ടിയെടുക്കുക. അതിൽ ഇപ്പോൾ ഒരു സർക്കിൾ അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ടോട്ടൽ ഇപ്പോൾ 14 സർക്കിൾസേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഇതുപോലെ കോൺ ഷേപ്പിലെല്ലാം വെട്ടിയെടുക്കണം. എന്നിട്ട് നമ്മൾ 15 സർക്കിൾസ് ഉണ്ടായത് ഒരെണ്ണം മാറ്റി വെച്ചില്ലേ, ആ ഒരു സർക്കിളും വെച്ച് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ആ കോൺസിൻ്റെ എഡ്ജസ് വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കണം. പൂവിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് ഈ സർക്കിൾസിൽ ഫുള്ളായിട്ട് വെച്ചെടുക്കാം. നിങ്ങൾക്ക് കളർ പേപ്പറോ സ്ക്രാപ്പ് ബുക്കിലെ പേപ്പറോ സ്ക്രാപ്പ് പേപ്പറോ അതൊക്കെ യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ കളർ പേപ്പർ വേണമെന്നുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് തോന്നിയ റെഡ് പെയിൻ്റാണ്. പക്ഷേ റെഡ് കളറിലെ കളർ പേപ്പർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഫാബ്രിക്കിൻ്റെ ഒരു പെയിൻറ്റ് വെച്ചിട്ടാണ് ഇതാക്കിയിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഒറിജിനൽ ലീഫ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇല കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ ഇലയാണ് എടുക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് ഇപ്പോൾ നമ്മൾ റെഡ് പെയിൻ്റ് അടിച്ച് ഉണങ്ങാൻ വെച്ചിട്ടില്ലേ, അതിലോട്ട് കുറച്ച് ഈ ഒരു യെല്ലോ പെയിൻറ്റ് കൊടുക്കുക. യെല്ലോ പെയിൻറ്റ് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് പെയിൻറ്റ് കൊടുക്കുക. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ പേപ്പർ സ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പൂവിൻ്റെയോ മരത്തിൻ്റെയൊക്കെ ഏതെങ്കിലും സ്റ്റം ഒട്ടിച്ചാലും മതി. അതിനൊരു ബ്ലാക്ക് കളർ കൊടുത്തിട്ടാണ് ഞാൻ അത് ഒട്ടിക്കുന്നത്. ഇങ്ങനെയാണ് ഒട്ടിക്കുന്നത്. അതിന് ടേപ്പ് വെച്ച് ഒട്ടിക്കുക, അല്ലെങ്കിൽ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിക്കുക. ഗ്ലൂ ഗണ്ണ് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഒട്ടും, പക്ഷേ ടേപ്പ് വെച്ചാലും അതുപോലെ ഒട്ടും. നല്ല ക്ലിയർ ആയിട്ടുള്ള ടേപ്പ് ഒട്ടിക്കുക. എന്നിട്ട് നമ്മൾ ലീഫ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടില്ലേ, അതും ഇതുപോലെ ഒട്ടിക്കുക. എന്നിട്ട് അതിൻ്റെ അവിടെ തന്നെ അതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും സെൻട്രലായിട്ട് ഒരു ടേപ്പും കൂടെ ഒട്ടിച്ച് വയ്ക്കുക. പോലെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. നമുക്ക് അടുത്ത ഇതുപോലെയുള്ള ക്രാഫ്റ്റ് ഐറ്റംസിൽ കാണാം. അതുവരെയും ബൈ.